ഹലോ, ഞാൻ നിങ്ങളുടെ ബിച്ചിയാണ് കേട്ടോ. എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, എൻ്റെ കുക്കിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു, ബിച്ചേച്ചി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ടിപ്പ് ഞാൻ പറയാം. കാരണം ചില ആളുകൾ ഉണ്ടാക്കുമ്പം ഭയങ്കര മൂട് പോലെ ഇരിക്കുന്നില്ല, കട്ടിയിലായിട്ടിരിക്കും, ഇഡ്ഡലി പോലെ ഇരിക്കും എന്നൊക്കെ പറയണം. അപ്പം ഇത് ഞാൻ അതിന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു. അതായത് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ചൂട് വെള്ളം നമ്മളൊരു പാത്രത്തിൽ തിളപ്പിക്കുക. നല്ലപോലെ ഇളകി തിളച്ച് കഴിയുമ്പോഴല്ലോ നമ്മൾ കുറച്ച് ഉപ്പിടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പൊടി ആവശ്യത്തിട്ട് കുറുക്കി വേവിച്ചെടുക്കുക. നല്ലപോലെ മാവ് നല്ലപോലെ വേവണം കേട്ടോ. വെന്ത് കഴിഞ്ഞ് നമ്മൾ കുറുക്കിയെടുത്ത് ചെറുതീയിൽ കുറുക്കിയെടുത്തിട്ട് നമ്മൾ എന്താക്കുക, തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല നെയ്യ്, നല്ല പശുവിൻ്റെ ആർക്കേജിയുടെ നെയ്യ് ഉണ്ടാവും. ഈ ആർക്കേജിയുടെ നെയ്യ് നമ്മൾ 3 സ്പൂണോ 2 സ്പൂണോ ഇട്ടോ അത്ര നല്ല സ്മൂത്ത് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നല്ല സ്മൂത്ത്നെസ് കിട്ടും. അതേപോലെ തന്നെ അത് ശരിക്കും ഇങ്ങനെ തിരിഞ്ഞ് ഉടച്ച് ഇങ്ങനെ പരുവത്തിലാക്കിയിട്ട് നമ്മൾ എന്താക്കാം, നമ്മുടെ കയ്യിൽ കുറിച്ചെടുക്കുക. നമ്മുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് എല്ലായിടത്തും ആക്കി ശരിക്കും തിരുമ്മി നമ്മൾ കുഴച്ചതാണ്. ഇങ്ങനെ നല്ല വലിപ്പത്തിൽ, എന്നാൽ ഇത്രയും നല്ല വണ്ണവും വലിപ്പമൊക്കെ വേണം കേട്ടോ. ഇങ്ങനെ തന്നെ വേണം, നല്ല ആകൃതിയിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മളിതിനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ എന്താക്കുക, ഇതിനെ തിരിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് തേങ്ങ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അറിയുന്ന ഡൗട്ട്. ഒരു തേങ്ങ എല്ലാത്തിലും ഇങ്ങനെ ഇടാം. പൊതുവെ ഇവിടെ എല്ലാവരും പറയാറുണ്ട് എൻ്റെ ഫുഡ് നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാണിച്ചു അല്ലെ, ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ കല്ല് പോലെ ആയിപ്പോയി, അപ്പം പോലെ ആയിപ്പോയി, ഇഡ്ഡലി പോലെ ആയിപ്പോയി. അപ്പം എന്താ പറയുക, ശരിയായില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കാണിച്ചു കേട്ടോ. നോക്ക്, മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ല സ്മൂത്ത് കിട്ടുട്ടോ. കണ്ടോ, ഇത് ഫുള്ളും കണ്ടോ, ഇത് ഫുള്ള് ഇതിലേക്ക് ആക്കുക. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. കാണിച്ചു കേട്ടോ. അല്ല, ബീച്ചിൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതാവുന്നില്ല ബീച്ച്, കണ്ടോ, നല്ല കേട്ടോ. നമ്മൾ നെയ്യ് നമ്മൾ എപ്പോഴും നമ്മൾ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ വീണ്ടും ഇടണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നെയ്യ് എപ്പോഴും ചേർക്കാം. നെയ്യ് നമ്മൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നെയ്യിട്ട് കയ്യിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, ഞാനിത് വെന്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണ്ടേ, നമ്മുടെ ഇടിയപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കണ്ടോ, സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും നന്നായി ഇതൊന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. ഇതെല്ലാവരും ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. നമ്മളിതിലേക്ക് അത്യാവശ്യം തേങ്ങയൊക്കെ ഇതാക്കുക. കണ്ടോ, കാണാൻ പറ്റില്ലല്ലേ? കണ്ടോ, നല്ല സ്മൂത്താണ്. എന്താ പറയുക, കണ്ടോ, ഞാൻ തിന്ന് കാണിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ. നമ്മൾ തേങ്ങയും നെയ്യും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, കറി ഉണ്ട് കേട്ടോ.
ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. മാക്സിമം നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിതുപിതാന്നിരിക്കും. നല്ല നടുവൊക്കെ പൊന്തി നല്ല സ്മൂത്തായിട്ടിരിക്കും ഇടിയപ്പം. സ്മൂത്തായിട്ടുള്ള ഇടിയപ്പം കഴിക്കാനും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സ്മൂത്തായ ഇടിയപ്പം കഴിക്കാൻ. ട്രൈ ചെയ്യണം, അടിപൊളിയായിരിക്കും കേട്ടോ.